പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി ആളെ പറ്റിക്കലാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി കഴിഞ്ഞു. സർക്കാർ നേരത്തെ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ നിന്നും പിന്നോട്ട് പോയെന്നും ഈ പദ്ധതി ഒരു തട്ടിപ്പാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോഴാണ് പദ്ധതിയിലെ വൻ വിവേചനവും വാഗ്ദാന ലംഘനവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം കടുത്ത നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. UDF സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതി വെറുമൊരു രാഷ്ട്രീയ തട്ടിപ്പ് മാത്രമാണെന്നാണ് CPM ആരോപിക്കുന്നത്. സർക്കാർ മുൻപ് നൽകിയ ഉറപ്പിൽ നിന്നും പിന്നോട്ട് പോയെന്നാണ് പ്രതിപക്ഷം പ്രധാനമായും കുറ്റപ്പെടുത്തുന്നത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നല്ല UDF സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. എല്ലാത്തരം സർവീസുകളിലും ആനുകൂല്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ത്രീകളെയും പൊതുജനങ്ങളെയും തീർത്തും നിരാശരാക്കുന്ന നീക്കമാണിത്. പദ്ധതി നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങളോട് സർക്കാർ വിവേചനം കാണിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലത്തെ മലബാർ മേഖലയിൽ KSRTC ഓർഡിനറി ബസ്സുകൾ കാര്യമായി സർവീസ് നടത്തുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം. ഓർഡിനറി ബസ്സുകൾ ഇല്ലാതെ മലബാർ ജില്ലയിൽ ഈ പദ്ധതി കൊണ്ട് സ്ത്രീകൾക്ക് എന്ത് ഗുണമുണ്ടാകുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. തെക്കൻ കേരളത്തിൽ മാത്രം പരിമിതപ്പെടുന്ന രീതിയിലാണ് ഈ പദ്ധതിയുടെ ഇപ്പോഴത്തെ ഘടനയെന്നും അദ്ദേഹം ആക്ഷേപിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളോ കൃത്യമായ ബസ് സർവീസുകളോ ഉറപ്പാക്കാതെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് വെറുമൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. UDF സർക്കാർ പറയുന്നത് ഒന്നല്ല ചെയ്യുന്നത് മറ്റൊന്നാണെന്നും അത് കേവലം ആളെ പറ്റിക്കൽ മാത്രമാണെന്നും MV ഗോവിന്ദൻ തുറന്നടിച്ചു. ഈ വഞ്ചനപരമായ നിലപാടിൽ പൂർണ്ണമായും ബഹിഷ്കരിക്കാൻ CPM തീരുമാനിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന CPMന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ കടുത്ത ഭാഷയിലുള്ള മറുപടിയും പരിഹാസവുമായി ഗതാഗത മന്ത്രി CP ജോൺ തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്തുന്ന പ്രതിപക്ഷത്തിന്റെ രീതി ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPMന്റെ ഈ ബഹിഷ്കരണ തീരുമാനം തികച്ചും വൈരുദ്ധ്യം നിറഞ്ഞതാണെന്ന് മന്ത്രി ചൂണ്ടിക്കാണിച്ചു. സാധാരണക്കാരായ തൊഴിലാളി സ്ത്രീകൾക്ക് ദിവസേനയുള്ള യാത്രയ്ക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു ജനക്ഷേമ പദ്ധതിയാണിത്. അത്തരമൊരു പദ്ധതി ഒരു തൊഴിലാളി വർഗ പാർട്ടി തന്നെ ബഹിഷ്കരിക്കുന്നത് ചരിത്രപരമായ വിഡ്ഢിത്തമല്ലാതെ മറ്റെന്താണെന്ന് ഗതാഗത മന്ത്രി പരിഹസിച്ചു. CPMന് ഇപ്പോൾ വിനാശകാലി വിപരീത ബുദ്ധിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും നാടിന് ഗുണകരമാകുന്ന ചടങ്ങിലേക്ക് പ്രതിപക്ഷത്തെ അദ്ദേഹം വീണ്ടും സ്വാഗതം ചെയ്തു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ബഹിഷ്കരണ പ്രഖ്യാപനം തികച്ചും നിർഭാഗ്യകരമാണ്. എങ്കിലും അവർ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന തീരുമാനം തിരുത്തണമെന്നാണ് താൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. CPMലെ പല തെറ്റുകളിലും കാലാകാലങ്ങളായി തിരുത്താറുണ്ടല്ലോ. അതുപോലെ ഈ തെറ്റും അവർക്ക് ഭാവിയിൽ തിരുത്തേണ്ടി വരുമെന്ന് അദ്ദേഹം ഓർപ്പിച്ചു. ജനപ്രിയ പദ്ധതികളെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എതിർക്കുന്നവർക്ക് പൊതുസമൂഹം മാപ്പ് നൽകില്ലെന്ന കടുത്ത മുന്നറിയിപ്പും മന്ത്രി നൽകുന്നുണ്ട്. നാടിന്റെ വികസനത്തിലും ജനക്ഷേമ കാര്യങ്ങളിലും രാഷ്ട്രീയം കലർത്തരുത്. സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിടുന്ന ഈ വലിയ പദ്ധതി ബഹിഷ്കരിച്ചാൽ രാഷ്ട്രീയമായി അവർക്ക് വലിയ ഒരു ബസ് മിസ്സാകുമെന്ന കാര്യം പ്രതിപക്ഷം ഓർക്കണമെന്നും ജനങ്ങൾക്കിടയിലെ ഈ നീക്കം 8 നിലയിൽ പൊട്ടുമെന്നും CP ജോൺ കടുത്ത ഭാഷയിൽ തുറന്നടിച്ചു. രാഷ്ട്രീയ തർക്കങ്ങൾക്ക് അപ്പുറം പ്രതിമാസം കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യത വരുത്തിവെക്കുന്ന ഈ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ കണ്ടെത്തിയ പുതിയ സാമ്പത്തിക വഴി നമുക്കൊന്ന് പരിശോധിക്കാം. പദ്ധതി വഴി KSRTCക്ക് ഉണ്ടാകുന്ന പ്രതിമാസം 60 കോടി രൂപയുടെ നഷ്ടം നികത്താൻ ബാങ്കുകൾ വഴി ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ഒരുക്കാനാണ് സർക്കാർ തീരുമാനം. ഇതിനായി സർക്കാർ നേരിട്ട് ബാങ്കുകൾക്ക് ഗ്യാരണ്ടി നൽകും. മാസാവസാനം തുക നൽകാമെന്ന സർക്കാരിന്റെ ആദ്യ വാഗ്ദാനം KSRTC തള്ളിയതിനെ തുടർന്നാണ് പുതിയ വ്യവസ്ഥ പ്രകാരം ഈ പണം മാസം ആദ്യം തന്നെ മുൻകൂറായി KSRTCക്ക് ലഭ്യമാകും. മാസം അവസാനത്തോടെ പലിശ ഉൾപ്പെടെയുള്ള തുക സർക്കാർ ബാങ്കുകളിൽ അടച്ചു തീർക്കും. അതുമായി ബന്ധപ്പെട്ട പല പ്രമുഖ ബാങ്കുകളുമായുള്ള ചർച്ചകൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്.